നല്ല രീതിയിൽ ചിന്തിച്ച് നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾ തിരഞ്ഞെടുത്ത് സ്വന്തമാക്കി മുന്നോട്ട് നല്ല മക്കളാകുവാൻ, നല്ല അറിവുള്ള മക്കളാകുവാൻ, ലോകത്തിന്റെ മുന്നിൽ പേര് കേട്ട അനേകം വ്യക്തികളെ മാതൃകയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലൂടെ ലഭിച്ച അറിവുകളെ സ്വന്തമാക്കിക്കൊണ്ട് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തുവാനുള്ള ആരംഭം കുറിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. എങ്കിലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് സാറ് കൃത്യമായും ഇവിടെ വ്യക്തമാക്കി തന്നു. വായനാ ദിനത്തിന്റെ പ്രാധാന്യവും ഇത് തന്നെയാണ് എന്നതാണ്. നിങ്ങൾ വായിക്കുന്ന പുസ്തകം ഏതെങ്കിലും ഒരു വ്യക്തി എഴുതിയതാ ആണോ അല്ലയോ? അതെ. ആ വ്യക്തിക്ക് ആ അറിവ് എവിടെ നിന്ന് കിട്ടി? മാതാപിതാക്കളിൽ നിന്ന് കിട്ടി, പ്രകൃതിയിൽ നിന്ന് കിട്ടി, അധ്യാപകരിൽ നിന്ന് കിട്ടി. ഈ തുടങ്ങിയ ഇപ്പോൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങളോട് കൂടെ തന്നെ ഇപ്പൊ നിങ്ങൾ കൂടുതൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, അധ്യാപകരുണ്ട്, ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാകുന്ന പറഞ്ഞേ നല്ല കുട്ടികളുണ്ട്, അല്ലേ? നല്ല കുട്ടികൾ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് എന്നും പറഞ്ഞ് കൃത്യമായി പുസ്തകത്തിന്റെ പ്രാധാന്യവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മരങ്ങളുണ്ട്, ഇല്ലേ? മരമുണ്ടോ? മരത്തിന്റെ ഓരോ ചിറകുകളിലും പുസ്തകം വെച്ചിട്ടുണ്ട്, ഉണ്ടോ? ഇതിന്റെ അർത്ഥം എന്നാണെന്നൊന്ന് പറയാമോ? വിഷയത്തെ കുറിച്ചല്ല എന്ന് സാർ കൃത്യമായും പറഞ്ഞില്ലേ? സയൻസ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, പിന്നെ വൃക്ഷത്തെ കാണിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കാര്യവും പഠിക്കണം, ആകാശത്തിന്റെ കാര്യവും പഠിക്കണം, സയൻസിന്റെ കാര്യവും പഠിക്കണം, ശരീരത്തിന്റെ കാര്യവും പഠിക്കണം. അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ ആകുമോ? ഇല്ല. കണക്ക് പഠിക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മളെ പറ്റിക്കും. പിന്നെ വായിക്കാൻ അറിയണം. അതുകൊണ്ട് മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പഠിക്കണം. ഞാൻ ഈ വായനത്തോടനുബന്ധിച്ച് APJ അബ്ദുൽ കലാമിന്റെ അഭ്യസനങ്ങൾ എന്ന പുസ്തകമാണ് ഞാൻ വായിച്ചത്. ഇതിൽ APJ അബ്ദുൽ കലാമിന്റെ ഒരു ആത്മകഥയാണിത്. ഇതിൽ അദ്ദേഹത്തിന് നേടിയ നേട്ടങ്ങള്, പരാജയങ്ങള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാനും മുൻ രാഷ്ട്രപതിയുമായിരുന്നു. പ്രചോദനമായി തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ആകർഷിച്ചത് ഒരു സംഭവമാണ്. അബ്ദുൽ കലാമിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാറ് അദ്ദേഹത്തെ തന്റെ വീട്ടിലേക്ക് ശ്രദ്ധിക്കാൻ ക്ഷണിച്ചു. അദ്ദേഹം ഒരു മുസ്ലിം കുട്ടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അബ്ദുൽ കലാമിന് ചോറ് വിളമ്പി കൊടുക്കാൻ ഭയങ്കര നാണക്കേട് പോലെയായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ സാറ് കണ്ടിട്ട് ഇതിന് വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല. സാറ് തന്നെ സാറിന്റെ കൈകൊണ്ട് അബ്ദുൽ കലാമിന് വിളമ്പി കൊടുത്തു. അത് കഴിഞ്ഞ് അബ്ദുൽ കലാം സന്തോഷത്തോടെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പോഴും സാർ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ സദ്യയ്ക്കായി വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അബ്ദുൽ കലാം പറഞ്ഞു, ഒരു ബ്ലാക്ക് ബോർഡ്, ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കളറാണ്. പക്ഷേ ആ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ മാറ്റിമറിക്കുന്നു. ഈ വായനാദിനത്തില് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു കാര്യമാണ്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. താങ്ക് യു. അതിനോടനുബന്ധിച്ച് ഞാൻ വായിച്ചൊരു പുസ്തകമാണ് ആടുജീവിതം. ബെന്യാമിൻ എഴുതിയ മലയാളം നോവലാണ് ആടുജീവിതം. വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിൽ ദാരുണ സാഹചര്യത്തിൽ 3-ലേറെ വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാള യുവാവിന്റെ കഥയാണ് ഈ കൃതി. 2008 ആഗസ്റ്റ് മാസം ആദ്യ പതിപ്പിറങ്ങിയ ആടുജീവിതം 2009 കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല മലയാളം നോവലിനുള്ള അവാർഡിനുള്ള തിരഞ്ഞെടുക്കപ്പെട്ടു. തൊഴിലാളി ജോലി ചെയ്തിരുന്ന നജീബ് ഒരു സുഹൃത്തിന്റെ ബന്ധു വഴി കിട്ടിയ തൊഴിൽ വിസയിലാണ് സൗദി അറേബ്യയിലേക്ക് പോയത്. കൂടെ അതേ വഴിക്ക് തന്നെ വിസ കിട്ടിയ ഹക്കീം എന്ന കൂട്ടുകാരനും ഉണ്ടായിരുന്നു. റിയാദിൽ വിമാനം ഇറങ്ങിയ അവർ വിമാനത്താവളത്തിൽ അവരുടെ സ്പോൺസറെ അന്വേഷിച്ച് നടന്നതായി തോന്നിയ ഒരു അറബിയെ കണ്ടുമുട്ടുകയും സ്പോൺസറാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളുടെ കൂടെ പോവുകയും ചെയ്തു. അവർ എത്തിപ്പെട്ടത് മസ്ര എന്നറിയപ്പെടുന്ന 2 വ്യത്യസ്തമായിട്ടുള്ള ആട് വളർത്തൽ കേന്ദ്രത്തിലായിരുന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചുകൊണ്ടുള്ള വിശ്രമമില്ലാത്ത
ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഇവിടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകത്തിന്റെ പേരാണ് ആനവാരിയും പൊൻകുരിശും. ഇത് എഴുതിയിരിക്കുന്നത് ലോക പ്രശസ്തനായ വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഇത് തികച്ചും സാങ്കല്പികവും തമാശയും നിറഞ്ഞൊരു കഥയാണ്. ഈ കഥയിൽ ആദ്യം തന്നെ രണ്ട് ആനകളെ കുറിച്ചാണ് പറയുന്നത്. കൊച്ചു നീലാണ്ടനും പാർക്കുട്ടിയും. കൊച്ചു നീലാണ്ടൻ മഹാപോക്രിയാണ്, പക്ഷേ പാർക്കുട്ടി ശുദ്ധ പാവം. കൊച്ചു നീലാണ്ടനെ സ്നേഹിക്കുകയും പാർക്കുട്ടിനെ വെറുക്കുകയും ചെയ്തിരുന്ന ആ നാട്ടിലെ പ്രമാണിയായിരുന്നു ആനവാരി രാമൻ നായർ. എന്നാൽ പാർക്കുട്ടിനെ സ്നേഹിക്കുകയും കൊച്ചു നീലാണ്ടനെ വെറുക്കുകയും ചെയ്തിരുന്ന ആ നാട്ടിലെ തന്നെ വേറൊരു പ്രമാണിയായിരുന്നു പൊൻകുരിശ് തോമ. ആനവാരി രാമൻ നായർക്കും പൊൻകുരിശ് തോമയ്ക്കും ആ പേര് കിട്ടിയത് എങ്ങനെയെന്നാണ് ഈ കഥയിലെ ഇതിവൃത്തം. ആ നാട്ടിലെ വളരെ പിശുക്കനായ ഉണ്ടക്കണ്ണൻ അന്ത്രു രാമൻ നായരെ ഒരു ജോലി ഏൽപ്പിച്ചു. ചാണകം മോഷ്ടിക്കണം. അതായിരുന്നു രാമൻ നായർക്ക് ഉണ്ടക്കണ്ണൻ അന്ത്രു ഏൽപ്പിച്ച ജോലി. അന്ന് രാത്രി രാമൻ നായരും തോമയും കൂടി ചാണകം കക്കാൻ പോയി. അപ്പോൾ അവിടെ ചാണകം കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ചാണകം കുട്ടയിലേക്ക് വാരിയെടുക്കാൻ പോയപ്പോഴാണ് ഒരു വലിയ ശബ്ദം കേട്ടത്. കാരണം രാത്രിയിൽ ചാണകമാണെന്ന് കരുതി ആനയെയായിരുന്നു വാരി കൊട്ടയിലേക്ക് ഇടാൻ തുടങ്ങിയത്. അങ്ങനെയാണ് വെറും രാമൻ നായർക്ക് ആനവാരി രാമൻ നായർ എന്ന് പേര് വന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തോമ വലിയപ്പള്ളി പെരുന്നാളിന് പോയി. അപ്പോഴാണെങ്കിൽ അവിടെ പൊന്നിൻകുരിശ് കണ്ട്. അപ്പൊ അവനത് സ്വന്തമാക്കണമെന്നൊരു മോഹം. അവനത് കട്ടോണ്ട് പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പോലീസുകാർ അവനെ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് പൊന്നിൻകുരിശ് കട്ടതെന്ന്. അപ്പൊ അവൻ പറഞ്ഞു, യേശുക്രിസ്തു മരിച്ചത് മരക്കുരിശിലല്ലേ, പള്ളിക്ക് എന്തിനാ പൊന്നിൻകുരിശ് എന്ന്. പോലീസുകാർ അപ്പം ഞെട്ടിപ്പോയി. എന്നിട്ട് അവിടുത്തെ ബിഷപ്പിനെയും ബാക്കി പ്രമാണിമാരെ എല്ലാം വിളിച്ചു വരുത്തി തോമയ്ക്ക് പൊന്നിൻകുരിശ് കൊടുത്തു. അങ്ങനെയാണ് വെറും തോമ പൊന്നിൻകുരിശ് തോമയായത്. ഇത് വളരെ രസകരമായ ഒരു കഥയാണ്. എല്ലാവരും ആനവാരിയും പൊന്നിൻകുരിശും വായിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു. ആശംസകൾ നേരുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകമാണ് പാളിൽ നിന്ന് പ്ലാസ്റ്റിക്കിലേക്ക്. ഇതിൽ 33 ഉള്ളടക്കമാണ് ഉള്ളത്. ഞാനിതിൽ പാളിൽ നിന്ന് പ്ലാസ്റ്റിക്കിലേക്ക് എന്ന് പറഞ്ഞ അധ്യായമാണ് വായിച്ചത്. പണ്ട് കുഞ്ഞിണി മാഷ് തന്റെ ഒരു പലചരക്ക് കടയിലേക്ക് പോയി. അവിടെ അപ്പോൾ നല്ല പാടുള്ള കിട്ടിയ സാധനങ്ങളായിരുന്നു. അവിടെ ഇങ്ങനെ എന്താ പറയാ, ഈ കൂടിയ സാധനങ്ങളൊക്കെ ഇറക്കി കൊടുക്കുന്നതൊക്കെ അതാണ് കൊടുത്തോണ്ടിരുന്നത്. പിന്നീട് പുതിയ തലമുറകൾ വന്നപ്പോൾ അതിന് മാറ്റമുണ്ടായി. പ്ലാസ്റ്റിക് മാത്രമാണ് എല്ലാം കൊടുത്തോണ്ടിരുന്നത് എന്ന് പറഞ്ഞൊരു ചെറിയൊരു കഥയാണ് ഇതിനകത്തുള്ളത്. എനിക്ക് ഈ കഥ വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കഥയാണിത്. എല്ലാവർക്കും ആദ്യമായി വായനാദിന ആശംസകൾ ഞാൻ നേരുന്നു. ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്ന പുസ്തകത്തിന്റെ പേരാണ് മനസ്സറിയുന്നത്. വളരെയധികം തമാശകൾ നിറഞ്ഞ ഈ പുസ്തകം ഒരിക്കലെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കിയാൽ പല തവണ നിങ്ങൾക്ക് അത് വായിക്കണമെന്ന ഒരു മോഹം തോന്നും. കാരണം അത്രയ്ക്കും തമാശകളാൽ നിറഞ്ഞതാണ്. അതിനേക്കാൾ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കുട്ടി നാരായണൻ, കൃഷ്ണൻകുട്ടി, അവരുടെ വലിയമാമൻ, അമ്മായി, അമ്മ, പിന്നെ ശംഖു എന്ന് പറയുന്ന ഒരു ചേട്ടനുമാണ് അവിടുത്തെ പ്രധാന കഥാപാത്രങ്ങൾ. ഇവരൊരു സന്തുഷ്ട കുടുംബമായിരുന്നു. ഇവരുടെ ഇടയിലേക്ക് കയറി വന്ന ഈ യന്ത്രമാണ് ഈ കഥയുടെ 3-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അവർ കിണർ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒരു യന്ത്രമാണ്. വലിയമാമൻ ആദ്യമുള്ളവർക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള യന്ത്രമായിരുന്നില്ല. അതിന്
ഭാഗമായി കഥാകാരൻ ഈ കഥ വളരെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചിരിക്കുന്നു. നിരവധി നാടകങ്ങളും യാത്രാവിവരണങ്ങളും നോവലുകളും കവിതകളും രചിച്ചിട്ടുണ്ടെങ്കിലും നാടോടി കഥകളിലൂടെയാണ് ആൻഡേഴ്സൺ എന്നും ഓർമ്മിക്കപ്പെടുന്നത്. 125-ലേറെ ഭാഷകളിലേക്ക് അദ്ദേഹത്തിന്റെ നാടോടി കഥകൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദി പോയിന്റ് ബസാർ, ദി ഇംപ്രോവിസേറ്റർ, ഫെയറി ടേൽസ് ഓഫ് മൈ ലൈഫ് തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ കൃതികളിൽ ചിലതാണ്. 1805 ഏപ്രിൽ 2-ന് ഡെൻമാർക്കിലെ ഓഡസറിൽ ജനിച്ച ആൻഡേഴ്സൺ 1875 ആഗസ്റ്റ് 4-ന് അന്തരിച്ചു. നമസ്കാരം. ഞാൻ വായിക്കുന്ന പുസ്തകമാണ് സിൻഡ്രല്ല. അത്ഭുത കഥകളുടെ കൂട്ടത്തിൽ എക്കാലത്തെ മഹത്തായ സൃഷ്ടികളിൽ ഒന്നായ സിൻഡ്രല്ല 9-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ പ്രചാരത്തിലിരുന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ, വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ, വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ. വായിച്ചു വളർന്നില്ലെങ്കിൽ വളയും നിന്നച്ഛൻ, വായിച്ചു വളർന്നാൽ നന്നായി വിളയും നിന്നമ്മ. വായിച്ചു വളർന്നില്ലെങ്കിൽ വളയും നിന്നച്ഛൻ, വായിച്ചു വളർന്നാൽ നന്നായി വിളയും നിന്നമ്മ. വായിച്ചു വളർന്നാൽ നന്നായി വിളയും നിന്നമ്മ. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ, വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ. അക്ഷരമില്ല പുസ്തകമെങ്ങനെ വായിച്ചിടും ഞാൻ, അക്ഷരമല്ല വായിക്കേണ്ടു എന്നതു നേരല്ലേ. അക്ഷരമില്ല പുസ്തകമെങ്ങനെ വായിച്ചിടും ഞാൻ, അക്ഷരമല്ല വായിക്കേണ്ടു എന്നതു നേരല്ലേ. അക്ഷരമറിവിൻ വിത്താണിന്ന് പറഞ്ഞത് പൊളിയാണോ, അക്ഷരമായുധമിന്നു പറഞ്ഞതു പറ്റിക്കാനാണോ. അക്ഷരമറിവിൻ വിത്താണിന്ന് പറഞ്ഞത് പൊളിയാണോ, അക്ഷരമായുധമിന്നു പറഞ്ഞതു പറ്റിക്കാനാണോ. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ, വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ. കണ്ണും കാതും പൂട്ടിയിരുന്നാൽ വായനയാവില്ല, കാണാപാഠം ചൊല്ലി നടന്നാൽ തെല്ലും വളരില്ല. കണ്ണും കാതും പൂട്ടിയിരുന്നാൽ വായനയാവില്ല, കാണാപാഠം ചൊല്ലി നടന്നാൽ തെല്ലും വളരില്ല. മലയിൽ പുഴയിൽ കാട്ടിൽ വീട്ടിൽ എങ്ങും കണ്ടില്ലേ, പൂമ്പാറ്റകളായി പാറി നടക്കും അക്ഷരമലരുകളെ. മലയിൽ പുഴയിൽ കാട്ടിൽ വീട്ടിൽ എങ്ങും കണ്ടില്ലേ, പൂമ്പാറ്റകളായി പാറി നടക്കും അക്ഷരമലരുകളെ. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ, വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ.
വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ. വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ. വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ. വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ. വായിച്ചു വളർന്നില്ലെങ്കിൽ വളയും നിന്നച്ഛൻ. വായിച്ചു വളർന്നാൽ നന്നായി വിളയും നിന്നുമ്മ. വായിച്ചു വളർന്നാൽ നന്നായി വിളയും നിന്നുമ്മ. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ. വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ. മനുഷ്യന്റെ സ്വഭാവവൽക്കരണത്തിന് വായന വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, കാത്തിരിക്കണം. അടുത്ത പരീക്ഷ കഴിഞ്ഞു പോയതിനേക്കാൾ അല്പം കൂടി മെച്ചപ്പെട്ട് എഴുതാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചലഞ്ച് ആയിട്ട് എടുത്തുകൊണ്ടാണ് അടുത്ത പരീക്ഷയിലൂടെ അവർക്ക് വേണ്ടത്ര അറിവ് ലഭിച്ചിട്ടില്ലായിരിക്കുക. ഈ ഒരു സാഹചര്യത്തിലാണ് ആ കുട്ടികൾ പ്രകാരം ആത്മഹത്യ ചെയ്ത് കാണുന്നത്. അതുപോലെ മെയിൻ കാഫ് എന്ന് പറയുന്ന മറ്റൊരു ആത്മകഥയുണ്ട്. ഞാൻ ഈ ആത്മകഥയിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നതിന്റെ ഒരു പ്രധാന കാരണമുണ്ട്. അതാത് കഥാപാത്രങ്ങൾ എഴുതിയ ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത് അവരുടെ ജീവിതത്തെ നമുക്ക് അതിലൂടെ നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നതാണ്. മെയിൻ കാഫിൽ ജർമ്മനിയെ വിളിക്കുന്നു. 5 കോടിയിലേറെ ജനങ്ങൾ മരിക്കാനിടയാക്കിയ ആ വലിയൊരു യുദ്ധമുണ്ടല്ലോ, രണ്ടാമതായത് അതിന്റെ ബീജാവാപം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. എന്താണ് അങ്ങനെ ഒരു വലിയൊരു ക്രൂരനായിട്ട് മാറിയത്? യുദ്ധത്തെ ഇഷ്ടപ്പെട്ടത്, രക്തച്ചൊരിച്ചിൽ ഇഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ പുസ്തകത്തിലൂടെ കണ്ണോടിച്ചു പോകുമ്പോൾ നമുക്ക് ചില സത്യങ്ങൾ മനസ്സിലാകും. ഒക്കെ അതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. നിരാശയിൽ നിന്ന് നമ്മൾ താഴേക്ക് കൂപ്പുകുത്തുകയല്ല, മറിച്ച് അതിൽ നിന്നും ഉയർന്നു വരികയാണ് എന്നൊരു വലിയ സന്ദേശം നമുക്ക് ഇതിൽ നിന്നും ലഭിക്കും. അതിനകത്തെ ഒരു പ്രധാന കഥാപാത്രമാണ് എലിസബത്തിന്റെയൊക്കെ പിതാവായിട്ടുള്ള ആത്മഹത്യത്തിലെ ഒരു മാജീഷ്യനാണ്, വലിയൊരു മാജിക്ക്. അതിനെ കാണിക്കും, നിരവധി മാജിക്കുകൾ കാണിച്ച ആളുകളെ വശീകരിക്കുന്നതാണ്. മുറ്റത്തൊക്കെ കിടക്കുന്ന വെള്ളാരങ്കല്ലുകൾ അദ്ദേഹം ഇങ്ങനെ കൈകളിലെടുത്ത് അദ്ദേഹത്തിന്റെ മാന്ത്രിക ദണ്ടുകൾ ആൾക്കൂട്ടത്തിലേക്ക് വലിച്ചെറിയുന്ന അത്ഭുത വിദ്യകൾ, ഇന്ദ്രജാലം അദ്ദേഹത്തിന് വശമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആരാധക വൃന്ദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മത്സരത്തിന് അങ്ങനെ ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ നിരവധി ഇന്ദ്രജാല വിദ്യകളൊക്കെ കാണിച്ച് ധാരാളം പണം ഉണ്ടാക്കി. അങ്ങനെ ധാരാളം പണം ഉണ്ടാക്കി വലിയൊരു സമ്പന്നനായി. കൂടാതെ വലിയ വീട്, ഒരു വലിയ സൗധമൊക്കെ അദ്ദേഹം പണിതു. അങ്ങനെ ആഡംബരത്തിൽ ഇങ്ങനെ പോയി മുന്നോട്ട് സഞ്ചരിക്കവേ വലിയ ഒരു ദുരന്തത്തിലേക്കും അദ്ദേഹം പോവുകയാണ്. സുഖത്തിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ ആ സുഖത്തെ അസുഖമാക്കി മാറ്റുന്ന ചില പ്രവണതകളൊക്കെ ഉണ്ട്. അദ്ദേഹം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ അടിമയായിപ്പോയി.
കഞ്ചാവിന്റെ പുക പോലെ അദ്ദേഹം മയ്യഴിപ്പുഴയുടെ തീരത്തുകൂടി പിന്നീട് ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരാളിൽ ഒരു കഥാപാത്രത്തെയാണ് പിന്നീട് കഥാകൃത്ത് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. പോകുമ്പോൾ പിന്നീട് അദ്ദേഹത്തിന് മാജിക്കുകൾ നല്ല നിലയിൽ കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ആഹാരത്തിന് യാചിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി പുറപ്പെടും. താങ്കൾ ഒരു കാര്യം ചെയ്യും, വിദേശത്തു നിന്നും ദുബായിൽ നിന്നും മാധവേടൻ ഇവിടെ വരുന്നുണ്ടല്ലോ, ഈ സമ്പന്നനാണല്ലോ, അദ്ദേഹത്തിന്റെ മുന്നിൽ ഇന്ദ്രജാലത്തെ കാണിക്കും. അപ്പോൾ താങ്കൾക്ക് ധാരാളം കഴിവുകളെ കാണിക്കില്ലേ, വിശപ്പ് മാറ്റാൻ സാധിക്കുമല്ലോ, ശരിയാണല്ലോ. അങ്ങനെയൊരു അവസ്ഥ കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. അതേപോലെ മാറ്റി പെട്ടിയും അതിനകത്ത് ചീട്ടുകളൊക്കെ വെച്ചു, പല തരത്തിലുള്ള ശീലങ്ങളൊക്കെ തൊഴിലുകളൊക്കെ എടുത്തു വെച്ചു. കൂടാതെ കുറേയേറെ ബോളുകൾ, പന്തുകൾ ഒക്കെ, അതിന്റെ മാജിക് പന്തുകൾ അതിനകത്ത് ശേഖരിച്ചു. അങ്ങനെ പെട്ടിയുമായി അദ്ദേഹം മാധവേട്ടന്റെ